കല്യാണ വീട്ടിൽ ഉണ്ടാക്കണ രസമാണ് ഉണ്ടാക്കണത്. വളരെ രുചിച്ച് നോക്കാലോ. അതെ, വളരെ എളുപ്പമല്ല അമ്മ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. അതെ, ഒരു വെറൈറ്റി വെറൈറ്റിയാണ്. സാധാ രസം പോലെയല്ല. സാധാ നമ്മള് രസം ഉണ്ടാക്കുമ്പോ പുളി പിഴിയുക, രസം പൊടി ഇടുക, ഇളക്കുക, ആണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അങ്ങനെയൊക്കെ. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ നോക്കി മനസ്സിലാക്കിക്കോളൂ മക്കളെ കേട്ടോ. അതൊക്കെയാണ് കേട്ടോ അതിലേക്ക് വേണ്ടത്. വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പച്ചമുളക്, കാശ്മീരി മുളക്, സാധാ മുളക്, പിന്നെ തക്കാളി നുറുക്കി വെച്ചത്, മല്ലി, ജീരകം, പരിപ്പ് വേവിച്ചത്, കുരുമുളക്, കായപ്പൊടി, ഇത്രയാണ് കേട്ടോ വേണ്ടത്. ഇനി നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കണൊക്കെ കാണിക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഗ്യാസ് എത്തിക്കാം അല്ലേ അമ്മേ? പിന്നെ പുളി അവിടെ വെള്ളത്തിൽ മറന്നു അമ്മ ഇവിടെ എടുക്കാൻ. ഓർമ്മ ഉണ്ടായില്ല. അപ്പൊ നമ്മൾ ആദ്യം ഗ്യാസ് എത്തിച്ചു. ഉപ്പും അടുത്തൊക്കെ തന്നെ വെച്ചോളൂ. എടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടോ പാനിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം മല്ലി ഇടാം. ഒരു വലിയ സ്പൂണ് മല്ലി നിറച്ചു. എല്ലാം നിറഞ്ഞോട്ടെ അല്ലേ? അതെ. തുണി ഇടണമോ? ആ തുള്ളിയോടെ ഇട്ടോളൂ. പക്ഷേ ഈ തോണി കുറച്ചുകൂടി വേണ്ടി. അമ്മൂന് മല്ലി നല്ല ഇഷ്ടമാണ്. അതെ, നല്ലോണം ആദ്യം ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇനി ബാക്കിയുള്ള പ്രൊസീജിയർ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കരിയണ്ടല്ലോ. കരിയണ്ട. അപ്പൊ ഇനി നമ്മളിതാ കുറച്ച് കുരുമുളക് ഇടുക. ഇനി അടുത്തതോ ജീരകം. കുറച്ച് ജീരകം കേട്ടോ. ഉള്ളിയുടെ ജീരകം കുറവാണല്ലോ ഇട്ടത്. നിൽക്കണം. അതെ, ജീരകത്തിന് അമ്മൂനും ജീരകം നല്ലോണം വേണം. ജീരകം നമ്മൾ രസത്തിന് പൊടി ഉണ്ടാക്കിയില്ലേ, അപ്പോഴും ജീരകമാണ് അധികം, മല്ലി കുറവാണ്. അല്ല അങ്ങനെയാണേ. അങ്ങനെയാണ് ജീരകം കിട്ടോ. അല്ലല്ല, കുറച്ചുകൂടെ ഇരുന്നോട്ടെ. ടേസ്റ്റ് കിട്ടണമെങ്കിൽ അങ്ങനെ വേണം. കുറച്ച് മതി നോക്കിട്ടാണ് കുറച്ചിട്ട. ഇനി എന്താ, ഞാൻ ഒന്ന് റെഡി ആവട്ടെ. എന്നിട്ട് നമുക്ക് മുളക്, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇടാം. ഇതൊന്നും ആവട്ടെ. ജീരകമൊക്കെ ഒന്ന് പൊട്ടിക്കോട്ടെ. അല്ല ഇതൊക്കെ കൂടെ ഇട്ടുള്ളൂ. പിന്നെ ആവുമല്ലോ. പിന്നെ മല്ലി തുടങ്ങിയോ? പിന്നെ അടുത്തത് നമ്മൾ കാശ്മീരി മുളക്, ചുവന്ന മുളക്, ഉണക്കമുളക്, പച്ചമുളക് ഒന്ന്, ഒരു 6-7 അല്ലി വെളുത്തുള്ളി. അതെന്താ വാസന. പിന്നെ നമ്മളെ തിരുനാളാകുന്ന അമ്പലത്തിലെ 6-ാം പൂരമാണ് ഇന്ന്. ഞാൻ ആകെ ഒരു ദിവസമേ പോയുള്ളൂ പൂരത്തിന്. എനിക്ക് വയ്യായിരുന്നു. അമ്മ ഇന്ന് രാവിലെ ഓട്ടോന് 6 മണിയെ കുളിയും കഴിഞ്ഞ് തിരുവാതിരക്കളി കാണാൻ പോലമ്മേ. പൂരപ്പറമ്പില് ഞങ്ങൾ കുട്ടികളെ കൊണ്ടായിട്ട് ഒരു ദിവസം വൈകുന്നേരം പോയിട്ടോ. അല്ലാതെ ഒന്നും അങ്ങനെ എത്തിയിട്ടില്ല. രണ്ടേമുക്കാലിന് ബസ്സിൽ അതിന് പോയി അവിടെ ഇറങ്ങാതെ കണ്ടു പോരായിട്ട്. നാളെ നോക്കട്ടെ എന്തായാലും. അപ്പൊ ആരൊക്കെയാണ് പൂരത്തിന് വന്നിരുന്നത്? രാവിലെ തോന്നുന്നുണ്ട്. നാളെ 7-ാം പൂരമാണ്. അല്ലേ, നമ്മളെ പൂരം കാണാൻ നമ്മളെ നാട്ടിൽ വന്നത് ആരൊക്കെയാന്നുള്ളത് കമന്റ് ചെയ്യൂ. കൊറേ ആൾക്കാരെ അമ്പലത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ? മഞ്ചേരി. നമുക്ക് നല്ല സന്തോഷാട്ടോ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ മുത്തശ്ശിയല്ലേ വിളിച്ചിട്ട് വർത്തമാനൊക്കെ പറയും എല്ലാവർക്കും. ചേച്ചി ഓട്ടോറിക്ഷയിൽ കയറി പിടിച്ച് വന്ന ഷോർട്ട് വീഡിയോയില് ഞാൻ കണ്ടു. ഞാൻ പോകുന്നുണ്ടായിരുന്നില്ലല്ലോ രാവിലെ. പിന്നെ ഇവിടെ എന്നും ഒരു കുളിസീൻ കാണും രാവിലെ ചെല്ലുമ്പോ. ഇന്ന് ഞങ്ങൾ ആ സൈഡിൽ കൂടെ അല്ല വന്നത്. അല്ല, ഇന്നത്തേലും ചെറുതായി ഉണ്ടായിരുന്നു നമ്മളെ ആനയുടെ കുളിസീൻ. മാറ്റി വെക്കുക. ഇതൊക്കെ ഒന്ന് റെഡിയായി. ഇനി ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. നല്ല നൈസാവരുത്, കുറച്ച് തരിയോട് കൂടി. വാസന വരുന്നുണ്ട് കേട്ടോ. ആവി പോണു, വാസന വരുന്നു. നല്ല വാസന. ഉള്ളി, വെളുത്തുള്ളി പിന്നെ അങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ വിചാരിച്ചു. എത്ര നേരം ഇതിന്റെ വാസന കേട്ടിരിക്കും. അപ്പൊ
വറുത്തതാവുകൊണ്ട് അത്ര പ്രശ്നമില്ല. അപ്പൊ എത്ര ആൾക്കാരാ വെളുത്തുള്ളി കൊണ്ടിട്ടൊക്കെ നമുക്ക് കമന്റിൽ ഓരോരുത്തർ ചോദിക്കാറുണ്ട്, നിങ്ങൾ കൂട്ടോ, പോയി പണിയൊക്കെ പറയണവരോടൊക്കെ. നിങ്ങൾ നമ്പൂരിമാരല്ലേ ബ്രാഹ്മൺസ് അല്ലേ ചോദിക്കും ചിലർ. എന്നിട്ട് ഇത് കൂട്ടും. പക്ഷെ കൂട്ടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അത് മാംസമൊന്നും അല്ലല്ലോ അല്ലേ, നോണൊന്നല്ലല്ലോ. അതെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ പണ്ട് ഉള്ളിയൊന്നും കൂട്ടില്ലല്ലോ അമ്മ. ചെറിയ ഉള്ളി പണ്ടും കൂട്ടോ. പിന്നെ എന്തായാലും സവോള. ആ ഏതോ കിട്ടില്ല നമ്മളെ നാട്ടില്. പിന്നെ അതല്ല മുരിങ്ങപ്പൂവ്. മുരിങ്ങപ്പൂവ് കിട്ടൂലോ. മുരിങ്ങ കറുപ്പുണ്ടായി എടുക്കാത്തത് അത് പാടില്ല. അല്ല, ഞാൻ കേട്ടു മുരിങ്ങയുടെ ഇല, മുരിങ്ങക്കായ, മുരിങ്ങപ്പൂവ് കൂട്ടാൻ വെക്കില്ല. അല്ലേ അവിടെ കഥ പറഞ്ഞിരുന്നാൽ ഇത് അരക്കണ്ടേ? അല്ല, അത് ഞാൻ തക്കാളി നോക്കി വെച്ചത്. അതൊന്ന് അരയ്ക്കാം. ഇത് കുറച്ച് നമ്മള് അരയ്ക്കും, കുറച്ച് മാറ്റി വെക്കണം. അപ്പൊ അതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പൊ നമ്മള് ഗ്യാസ് കത്തിച്ച് ഇത് പാന് വെച്ച് കുറച്ച് വെള്ളം വെച്ചെടുക്കാം കേട്ടോ. പച്ചവെള്ളം. ഗ്യാസ് സിമ്മാക്കി വെച്ചമ്മ. ഗ്യാസിന് നല്ല വിലയില്ലതാ. അല്ല എന്തായാലും തിളക്കണ്ടേ? ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇപ്പൊ വെള്ളമൊക്കെ നല്ല തിളച്ചു. അപ്പം അത് ആ പൊടി ഇട്ട് കൊടുത്തോളൂ ബസ്സിതേ. ഈ രീതിയിലാണ് കേട്ടോ. നല്ല നൈസായി പൊടിയരുത്. ഈ രീതിയിലാണൊന്ന് ചതഞ്ഞ്, എന്നാലും കുറച്ചും കൂടെ ആയി. അങ്ങനെ നല്ല നൈസാവരുത് പൊടിക്കുമ്പോൾ. അപ്പം നമുക്ക് ഇതിട്ട് കൊടുക്കാൻ തിളച്ച വെള്ളത്തിൽ ഇതിടാം. അടുത്ത് തക്കാളി അരച്ച പേസ്റ്റാണ്. ഇതൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി അടുത്തത് പുളിവെള്ളം. പുളി പിഴിഞ്ഞ് വെച്ചതാണ്. ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ അതിന്റെ തക്കാളി പോന്നോളൂലോ. ഒരു നാശമായി പോവില്ല, വേസ്റ്റ് ആവില്ല. അപ്പൊ അതങ്ങനെ ഇനി ഇത് ഒഴിച്ചു കൊടുക്കും. അടുത്ത് പരിപ്പ് വയ്ക്കാൻ കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കാം. വാസന കേൾക്കുമ്പോ തന്നെ എനിക്ക് ഊണ് കഴിക്കാൻ രുചിയേ. ഓഹോ, വിശന്നിട്ടേ ഇതായിട്ടേ ഊണ് കഴിക്കണു. ചളിയാൻ നേരത്തുള്ള പിന്നെ ഇപ്പൊ ചായ പിള്ളേരും കഴിച്ചപ്പോ നേരം വഴുകി. പിന്നെ കുറച്ചേരൊക്കെ വിശപ്പ് സഹിക്കാച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാ പണി എനിക്ക് അറിയുമോ? നൂൽപുട്ടിന്റെ പരിപാടി ഉണ്ട്. അത് വറുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനെ കരിക്കണം, കുഴയ്ക്കണം, പിന്നെ ചൂടാറിയിട്ട് വേണം നൂൽപുട്ട് ഉണ്ടാക്കാൻ. പിന്നെ ഇഷ്ടമാണ് അടുത്തത്. അതിന് ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചു. ബാക്കിയുള്ള പണീൻ്റെ നാളികേരൊക്കെ ചിരകി വെക്കാണ്ട് പണി തന്നെയാണ്. പൂരത്തിന് പോയി ഇവിടെ വളരെ പണികളാണ്. അതെ, നമുക്ക് കുറച്ച് ഉപ്പിടാം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം മല്ലിയിലൊന്നും അധികം ഇരിക്കുന്നില്ല. ഫ്രിഡ്ജിൽ വെച്ചാലും. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി അരച്ചും ചേർക്കുന്നുണ്ട് നമ്മൾ. ഇതിൽ ചെറിയ കഷ്ണാക്കി നുറുക്കിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. നല്ലോണം ഇളക്കാം. ഒരു തുണ്ട് ശർക്കര ഇടും. ശർക്കര ഇടണം. പക്ഷെ ഇതവിടെ മല്ലിയില അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മൂന് മല്ലിയില അധികം കണ്ടപ്പോൾ കുറച്ചും കൂടി വേണം. കുറച്ചും കൂടി മുത്തശ്ശി കുറച്ചും കൂടി അരിയൂ. അമ്മ കുറച്ചായിരുന്നു വെച്ചത്. മല്ലിയില ഒരു അതാണ് നല്ല ടേസ്റ്റുമാണ്. അത് നല്ലോണം ആയിക്കോട്ടെ ഇത് ചെയ്യണം. ഇപ്പോൾ അമ്മ ശർക്കര ഇട്ടോളുന്ന. ശർക്കര കറിവേപ്പില ഇടുക, ശർക്കര ഇടുക. അതിട്ടോളൂ, അത് കൂടെ ഇട്ടോളൂ കേട്ടോ. അതിട്ടോളൂ. അത് മധുരം കുറഞ്ഞ ശർക്കരയാണ്. അമ്മയ്ക്ക് ശർക്കര വലിയ പിടുത്തല്ലേ. പകുതി മതി വിചാരിച്ചു. അതൊക്കെ ഇട്ടു ഞാൻ. അപ്പൊ അതൊക്കെ തിളച്ച് റെഡിയായി. നമുക്ക് കറിവേപ്പില ഇടാം ആദ്യം. മല്ലിച്ചപ്പ്, ഇനി കുറച്ച് കായം പൊടിച്ചും കൂടി ഇടാം കേട്ടോ. നല്ല കളറല്ലേ. കായം നല്ലോണം ഉണ്ടായാലേ അതിന്റെ ടേസ്റ്റ് കൂടുള്ളൂ. അതെ, അമ്മൂന്റെ വക ഞാൻ ആദ്യം ഇടുന്നുണ്ടോ കായം? അതെ, കുഞ്ഞിന്റെ വക വേണോ? വേട്ടാ, ഇപ്പൊ റെഡിയായി. ഇപ്പൊ നമ്മള് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇളക്കാൻ മറന്നുവിടുമ്പോ ചട്ടി എന്താ നല്ല രസം ഉണ്ടാക്കുന്ന ആൾക്കാരാ കല്യാണം വീട്ടിലത്തെ രസം. സാധനം ഇട്ടിട്ട് ഇളക്കാതിരിക്കുക. എന്തായാലും കായത്തിന്റെ വാസന നല്ല വരും.
നല്ല വാസന കിട്ടും. ഇത് ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ ഊണ്. വേറെ കൂട്ടാനൊന്നും വേണ്ട. അതെ അതെ. ഒരു 4 പപ്പടും, അതെ, ചോറ്, രസം. ഇത് പച്ചരിച്ചോറ് അമ്മൂന്ന് പ്രത്യേകമായിട്ട് വെച്ചു. ഇത് വേണമെങ്കിൽ ഒരു പെരട്ടിപ്പേരി ഉഷാറായി. അതെ അതെ അതെ. അപ്പൊ ഇനി ഇതൊക്കെ റെഡിയായി. ഇനി ഗ്യാസ് ഓഫ് ചെയ്യായി. ചോറ് കിട്ടുകയാണ് നമ്മളല്ലേ മുത്തശ്ശിയെ? പച്ചരി ചോറ് കുറച്ച് വേവ് കൂടി, പക്ഷെ എനിക്ക് ഇഷ്ടാട്ടോ. അല്ല അത് തണുക്കുമ്പോ റെഡിയാവും. ചൂടോടെയാണേ, ചൂടുണ്ടായിട്ടാണ്. ആ മതി മതി മതി. മുത്തശ്ശി എന്താ താമ്പൂല പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് ഇന്ന് രസം കൂട്ടിയൊരു ഊണ് കഴിക്കാച്ചിട്ടാ. നല്ല കല്യാണ വീട്ടിലെ രസം. കല്യാണ വീട്ടിലെ രസം അടിപൊളിയായിട്ടുണ്ട് അല്ലേ? നല്ല രുചിയുണ്ടോ? രുചിയുണ്ട്. നമ്മൾ രുചിച്ചു നോക്കും. അതെ, ആണോ? അടിപൊളിയായിട്ടുണ്ടോ? അതെ, അടിപൊളിയാണ്. ഇതിന്റെ റെസിപ്പി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പൊ കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. കൂട്ടാനൊന്നും വെച്ചില്ലെങ്കിലും ഈ രസം മതി ഊണ് കഴിക്കാൻ. 2-3 പപ്പടവും. അതെ, പിന്നെ വേണമെങ്കിൽ ഒരു ഉപ്പേരി ആവാട്ടോ. ഇത് കല്യാണ വീട്ടിലെ രസമാണ്. ആ ഒരു സ്റ്റൈലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വെളുപ്പല്ല, എളുപ്പമായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എന്തായാലും എല്ലാരും നല്ല ഇത് കാണുമ്പോ തന്നെ ഒരു രസം ഉണ്ടാക്കണമെങ്കിൽ രസപ്പൊടി അന്വേഷിച്ച് കടയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. അതെ, വേണമെങ്കിൽ അപ്പ ഉണ്ടാക്കണവർക്കും അതെ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. മുത്തശ്ശി വായി കൊടുക്കണ്ട. ബൈ ബൈ. വീഴും.